US യമൻ വെടിനിർത്തലിന് പിന്നാലെ യമൻ ലക്ഷ്യമാക്കി ശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. പടിഞ്ഞാറൻ യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള 2 തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞാണ് യമനിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വ്യോമാക്രമണം നടത്തിയത്. ഹൂതി നേതാവിനെ കൊല്ലുമെന്നും ഇസ്രായേൽ ഭീഷണി മുഴക്കി. ഇറാൻ്റെ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രായേലിനെതിരെ തുടർച്ചയായി മിസൈൽ ഡ്രോണാക്രമണങ്ങൾ നടത്തുകയാണ്. ഇതിന് മറുപടിയായാണ് ഇസ്രായേൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത്. മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിന് തൊട്ടുമുമ്പാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത്. US പ്രസിഡന്റിൻ്റെ പര്യടനം പൂർത്തിയാക്കി തൊട്ടു പിന്നാലെയാണ് യമനിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. മെയ് 6-ന് യമനിൽ ഇസ്രായേൽ പ്രതിരോധ സേന ആക്രമണം നടത്തിയിരുന്നു. മറുപടിയായി ഹൂതികളും ഇസ്രായേലിൽ കനത്ത ആക്രമണം നടത്തി. ഹൂതികൾ ഇസ്രായേലിനെതിരെ കുറഞ്ഞത് 7 മിസൈലുകളും 2 ഡ്രോണുകളുമാണ് തൊടുത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഹൂതികളുടെ ആക്രമണം. 15 യുദ്ധവിമാനങ്ങളാണ് വെള്ളിയാഴ്ച ആക്രമണം നടത്തിയത്. ഹൊദൈദ, സാലിഫ് തുറമുഖങ്ങളിൽ ഏകദേശം 35 മിസൈലുകൾ വർഷിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രായേൽ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ചു. ഈ ആഴ്ച ആദ്യം പടിഞ്ഞാറൻ യമനിലെ 2 തുറമുഖങ്ങൾക്ക് IDF ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകി. മൂന്നാമത്തെ തുറമുഖമായ റാസ് ഇസയിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തിയില്ല. ഈ തുറമുഖങ്ങൾ ആയുധങ്ങൾ കൈമാറുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ഭീകരത പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഹൂതി ഭരണകൂടം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ചൂഷണം ചെയ്യുന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണിത്, IDF പ്രസ്താവനയിൽ പറഞ്ഞു. മെയ് 6-ന് യമനിലെ സന അന്താരാഷ്ട്ര വിമാനത്താവളവും 2 തുറമുഖങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തിയത്. ഹൂതികളുടെ ശേഷി തകർക്കുന്നതിനും തുറമുഖങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതിനും കൂടുതൽ ഇറാൻ്റെ ആയുധങ്ങൾ കൊണ്ടുവരുന്നത് തടയുന്നതിനും സായുധ സംഘത്തിന് സാമ്പത്തികമായി ദോഷം വരുത്തുന്നതിനു വേണ്ടിയാണ് ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് IDF പറഞ്ഞു. തുറമുഖങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഹൂതികൾക്ക് ഏകദേശം 1 മാസം വേണ്ടിവരുമെന്ന് സൈന്യം വ്യക്തമാക്കി. ഹൂതി ഭീകര ഭരണകൂടം ഈ തുറമുഖങ്ങൾ ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്നു. അതിനാൽ തുറമുഖങ്ങളിലുള്ളവർ സ്വയം അകലം പാലിക്കാനും പ്രദേശം ഒഴിപ്പിക്കാനും IDF മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, IDF ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എന്നിവർ ഇസ്രായേൽ വ്യോമസേനയുടെ ഭൂഗർഭ കമാൻഡ് സെൻറ്ററിൽ ഒത്തുകൂടി. ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രായേലിനെതിരെ വെടിവെപ്പ് തുടർന്നാൽ ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതിയെ ഇല്ലാതാക്കുമെന്ന് കാറ്റ്സ് ഭീഷണിപ്പെടുത്തി. യമനിലെ ഹൂതി ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ IDF ഇപ്പോൾ ആക്രമണം നടത്തി സാരമായ നാശനഷ്ടങ്ങൾ വരുത്തി. സനയിലെ വിമാനത്താവളവും തകർന്ന നിലയിലാണ്, കാറ്റ്സ് പറഞ്ഞു. ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിലെ പ്രധാന അന്താരാഷ്ട്ര വിമാനത്താവളമായ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഹൂതികൾ ആക്രമണം നടത്തുന്നത്. മെയ് 15-നും ഹൂതികൾ ബെൻ ഗുരിയോൺ എയർപോർട്ടിന് നേരെ ആക്രമണം നടത്തി. ആക്രമണത്തെ തുടർന്ന് ജെറുസലേമിലും ടെലവിവിലും വ്യോമാക്രമണ സൈറനുകൾ മുഴങ്ങി. ആളുകൾ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. യമനിൽ നിന്ന് തൊടുത്ത മിസൈൽ തടഞ്ഞതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ടെലവീവ് വിമാനത്താവളത്തെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയത്. ഈ മാസം ആദ്യം ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിൻ്റെ പ്രധാന ടെർമിനലിനടുത്തുള്ള ഒരു പ്രദേശത്ത് ഹൂതി മിസൈൽ പതിച്ച് നാശനഷ്ടം വരുത്തിയിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധം തകർത്ത് ഹൂതികളുടെ മിസൈൽ നാശം വരുത്തിയത്. വിമാനത്താവളത്തിൻ്റെ പ്രധാന ടെർമിനൽ കെട്ടിടത്തിനടുത്ത് മിസൈൽ നാശം വരുത്തി. നിരവധി പേർക്ക് പരിക്കേറ്റു. ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹൂതികൾ ഇസ്രായേലിലും ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലുമുള്ള അന്താരാഷ്ട്ര കപ്പൽപാതകളെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണം നടത്തുകയാണ്. ഹൂതികൾ മെയ് 14-ന് ഇസ്രായേൽ ലക്ഷ്യമിട്ട് ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടിരുന്നു. ഹൂതികൾ ദീർഘദൂര മിസൈൽ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇസ്രായേലിൻ്റെ ചില മേഖലകളിൽ ആക്രമണം പരിഭ്രാന്തി സൃഷ്ടിച്ചെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു.